ഹലോ എവ്രിവൺ, എല്ലാവർക്കും PSC MCQ സോണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ കേരള ഹിസ്റ്ററിയുടെ മൂന്നാമത്തെ PYQ ഡിസ്കഷൻ ആണ്. ടോപ്പിക് സോഷ്യൽ ആൻഡ് റിലീജിയസ് റിഫോം മൂവ്മെന്റ് ആണ്. ഇത് എല്ലാ PSC പരീക്ഷകളിലും വളരെയധികം റിപ്പീറ്റ് വാല്യൂ ഉള്ള ഒരു ടോപ്പിക് ആണ്. ഡിഗ്രി പ്രിലിംസിൽ സിലബസ് ഉൾപ്പെട്ടിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. എല്ലാവരും ക്വസ്റ്റ്യൻസ് പോസ് ചെയ്ത് വെച്ച് മാക്സിമം ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. അതിനുശേഷം മാത്രം അടുത്ത സ്ലൈഡിൽ നൽകിയിട്ടുള്ള ആൻസേഴ്സിലേക്ക് പോവുക. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചേരുംപടി ചേർക്കുകയാണ്. ഒരു ലിസ്റ്റ് തന്നിട്ടുണ്ട്. ലിസ്റ്റിൽ 4 സാമൂഹ്യ പരിഷ്കർത്താക്കളും ലിസ്റ്റ് 2 അവരുടെ പ്രവർത്തനങ്ങളുമാണ്. അപ്പോൾ നമുക്ക് ലിസ്റ്റ് 1 നോക്കാം. എ. ഡോക്ടർ പൽപ്പു, ബി. ബാരിസ്റ്റർ GP പിള്ള, സി. വൈകുണ്ഠസ്വാമികൾ, ഡി. സഹോദരൻ അയ്യപ്പൻ. അവരുടെ പ്രവർത്തനങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ 1 പന്തിഭോജനം, 2 ഈഴവ മെമ്മോറിയൽ, 3 മിശ്രഭോജനം, 4 മലയാളി മെമ്മോറിയൽ. ഇത് ചേരുംപടി ചേർക്കാനാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കി ഇതെങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റുമെന്ന്. നമുക്ക് ഉത്തരത്തിലേക്ക് പോകാം. ഉത്തരം ഓപ്ഷൻ ഡി 2, 4, 1, 3 എന്നുള്ളതാണ്. നമുക്ക് ഓപ്ഷൻസ് ഒന്ന് ക്ലിയർ ആയിട്ട് നോക്കാം. ഡോക്ടർ പൽപ്പു അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ഈഴവ മെമ്മോറിയലുമായാണ്. ഈഴവ മെമ്മോറിയലിന്റെ വർഷം 1896. ബി. ബാരിസ്റ്റർ GP പിള്ള അസോസിയേറ്റ് ചെയ്തേക്കുന്നത് മലയാളി മെമ്മോറിയലുമായാണ്. വർഷം 1891. സി. വൈകുണ്ഠസ്വാമികൾ പന്തിഭോജനം, നടന്തരൻ അയ്യപ്പൻ മിശ്രഭോജനം 1917 തന്നെയാണ്. അപ്പം പന്തിഭോജനവും മിശ്രഭോജനവും മാറിപ്പോവരുത്. വർഷസ്വാമികളാണ് പന്തിഭോജനം നടത്തിയത്, സഹോദരൻ അയ്യപ്പനാണ് മിശ്രഭോജനം നടത്തിയത്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. കേരളത്തിലെ ഏത് സാമൂഹിക പരിഷ്കർത്താവാണ് കുങ്കുമവും കമണ്ഡലവും ഇല്ലാത്ത സന്യാസി എന്നറിയപ്പെടുന്നത്? ഓപ്ഷൻസ്: എ. ശ്രീനാരായണ ഗുരു, ബി. ചട്ടമ്പി സ്വാമികൾ, സി. അയ്യാസ്വാമികൾ, ഡി. വാഗ്ഭടാനന്ദ സ്വാമികൾ. ഈ കുങ്കുമവും കമണ്ഡലവും ഒരു ടിപ്പിക്കൽ സന്യാസിയുടെ കൂടെ ഉണ്ടാവുന്ന കാര്യങ്ങളാണ്. അപ്പം ഒരു ടിപ്പിക്കൽ സന്യാസി എന്ന് നമുക്ക് വേഷഭൂഷാദികളിലൂടെ തോന്നാത്ത ഒരാളായിരിക്കണം ഇതിന് ആൻസർ വരിക എന്ന് പറയുന്നത്. നമുക്ക് ആൻസറിലേക്ക് പോകാം. ആൻസർ ഓപ്ഷൻ ബി ചട്ടമ്പി സ്വാമികളാണ്. ഇദ്ദേഹം ജനിച്ചത് 25 ഓഗസ്റ്റ് 1883 കൊല്ലൂർ, തിരുവനന്തപുരത്താണ്. ഇദ്ദേഹത്തിന്റെ ഗുരു തൈക്കാടയ്യ. ഇദ്ദേഹത്തിന്റെ സ്മാരകമുള്ളത് പന്മനയിലാണ്. കൃതികൾ നമ്മൾ ഇനി പോകെ ചട്ടമ്പി സ്വാമികളെ കുറിച്ച് കുറച്ചുകൂടെ നോക്കും. ഇപ്പം ജസ്റ്റ് നമുക്ക് കൃതികളൊക്കെ നോക്കിപ്പോകാം. കുറെ കൃതികളുണ്ട്. റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന കുറച്ച് കൃതികളാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. കൃതികൾ: പ്രാചീന മലയാളം, വേദാധികാര നിരൂപണം, വേദാന്തസാരം, കേരളത്തിലെ ദേശനാമങ്ങൾ, അദ്വൈത ചിന്താ പദ്ധതി, ആദിഭാഷ. ഇതിനകത്ത് കേരളത്തിലെ ദേശനാമങ്ങൾ എന്നുള്ളത് നമുക്ക് ഡൗട്ട് വരാൻ ചാൻസ് ഉള്ളതാണ്. ഇത് ചട്ടമ്പി സ്വാമിയുടെ തന്നെയാണോ എന്ന് നമുക്ക് ഡൗട്ട് വരാൻ സാധ്യതയുള്ളതാണ്. അതുകൊണ്ട് അതൊന്ന് നോക്കിയേക്കാം. അത് ചട്ടമ്പി സ്വാമികളുടെ തന്നെ രചനയാണ്. ഇനി അടുത്ത ചോദ്യം: തൊട്ടുകൂടായ്മയ്ക്കും ജാതി വ്യവസ്ഥയ്ക്കുമെതിരായ പോരാട്ടത്തിന്റെ ഭാഗമായി 1921 തിരുനെൽവേലിയിൽ വെച്ച് ഗാന്ധിജിയെ കണ്ട കേരള നേതാവ്? ഓപ്ഷൻ എ ഡോക്ടർ TM നായർ, ഓപ്ഷൻ ബി സി ശങ്കരൻ നായർ, ഓപ്ഷൻ സി TK മാധവൻ, ഓപ്ഷൻ ഡി KP രാമൻ മേനോൻ. തൊട്ടുകൂടായ്മയ്ക്കും ജാതി വ്യവസ്ഥയ്ക്കും എതിരായ പോരാട്ടത്തിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം ഗാന്ധിജിയെ കാണുന്നത്. പോസ് ചെയ്ത് വെച്ച് ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. നമുക്ക് ആൻസറിലേക്ക് പോവാം. ആൻസർ ഓപ്ഷൻ സി TK മാധവനാണ്. അപ്പൊ ഇദ്ദേഹം കേരളത്തിൽ ഈ തൊട്ടുകൂടായ്മയ്ക്കും ജാതി വ്യവസ്ഥയ്ക്കും എതിരായ പോരാട്ടത്തിന് ഒരു നേതാവായിരുന്നു. ഇദ്ദേഹത്തിന്റെ ജന്മസ്ഥലം കാർത്തികപ്പള്ളിയാണ്, ആലപ്പുഴ. INC ഐത്തോച്ചാടന പ്രമേയം പാസാക്കിയ കാക്കിനാട സമ്മേളനത്തിൽ പങ്കെടുത്ത മലയാളി TK മാധവനാണ്. 1923 കാക്കിനാട സമ്മേളനം നടന്നത്. അതുപോലെ തന്നെ 1915 ദേശാഭിമാനി എന്ന വാരിക സ്ഥാപിച്ചത് TK മാധവനാണ്. TK മാധവൻ മെമ്മോറിയൽ കോളേജ് സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴയാണ്, നങ്ങ്യാർകുളങ്ങര. അതുപോലെ 1902 ഈഴവ അസോസിയേഷൻ സ്ഥാപിച്ചത് TK മാധവനാണ്. ഇതൊക്കെയാണ് TK മാധവനായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്ട്സ്. നോക്കിപ്പോവുക. അടുത്ത ചോദ്യം: വൈക്കം സത്യാഗ്രഹത്തെക്കുറിച്ച് താഴെ പറയുന്ന വസ്തുതകളിൽ ഏതൊക്കെയാണ് ശരി? 3 വസ്തുതയാണ് തന്നിട്ടുള്ളത്. ഒന്നാമത്തത്:
വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് ഇ.വി. രാമസ്വാമി നായ്ക്കർ അറസ്റ്റിലായി. രണ്ടാമത്തത് 1924 വെള്ളപ്പൊക്ക സമയത്തും വൈക്കം സത്യാഗ്രഹം തുടർന്നു. 3. നിയമസഭ 1925 ഫെബ്രുവരി 7 വോട്ട് ചെയ്തു. 22 പേരെ പിന്തുണച്ചു, 21 പേരെ നിരസിച്ചു. ഈ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റിൽ വോട്ട് ചെയ്തു. തിരുവിതാംകൂർ പ്രജാസഭയിലാണ് വോട്ട് ചെയ്തത്. 22 പേരെ പിന്തുണച്ചു എന്ന് പറഞ്ഞാൽ പ്രമേയത്തിന് 22 പേർ പിന്തുണച്ചു, 21 പേർ പ്രമേയം നിരസിച്ചു. ഇതാണ് ആ ഒരു ഗ്രാമാറ്റിക്കൽ എററാണ് അതിനകത്ത് വന്നേക്കുന്നത്. ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. ആൻസറിലേക്ക് പോവാം. ആൻസർ ഓപ്ഷൻ ബി 1 and 2 ആണ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് ഇ.വി. രാമസ്വാമി നായ്ക്കർ അറസ്റ്റിലായി. ഇ.വി. രാമസ്വാമി നായ്ക്കർ മധുരയിൽ നിന്ന് വൈക്കത്തേക്ക് ഇതിന്റെ ഭാഗമായിട്ട് ജാഥ നയിച്ചു വന്ന വ്യക്തിയാണ്. അതുപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ ഒരു സ്റ്റാച്യു ഒക്കെ അവിടെ എറക്റ്റഡ് ആവുന്നുണ്ട്. അടുത്ത സ്റ്റേറ്റ്മെന്റ് 1924 വെള്ളപ്പൊക്ക സമയത്തും സത്യാഗ്രഹം തുടർന്നു എന്നുള്ളതാണ്. അതും ശരിയാണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ് തെറ്റ് വരുന്നത്. ഇവിടെ എന്ത് തെറ്റാണ് വരുന്നത്? ആ ഒരു മാക്സ് ഉണ്ടല്ലോ, അതായത് 22 പേരെ പിന്തുണച്ചു, 21 പേര് നിരസിച്ചു. അതാണ് തെറ്റ് വരുന്നത്. ആക്ച്വലി 22 പേര് നിരസിക്കുകയാണ് ചെയ്യുന്നത്, 21 പേര് അതിനെ പ്രമേയത്തെ പിന്തുണയ്ക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരു വോട്ടിന്റെ വ്യത്യാസത്തിൽ പ്രമേയം പരാജയപ്പെടുന്നു. തിരുവിതാംകൂർ പ്രജാസഭയിലാണ് പ്രമേയം അവതരിപ്പിക്കുന്നത്. 1925 ഫെബ്രുവരിയിൽ തന്നെയാണ്. അങ്ങനെ അതാണ് ആ ഒരു സ്റ്റേറ്റ്മെന്റിൽ വരുന്ന മിസ്റ്റേക്ക്. പിന്നെ വൈക്കം സത്യാഗ്രഹം തുടങ്ങിയ വർഷം 1924 മാർച്ച് 30. വൈക്കം സത്യാഗ്രഹം അവസാനിക്കുന്നത് 1925 നവംബർ 23. ഇതിന്റെ ഉദ്ദേശം, സത്യാഗ്രഹത്തിന്റെ ഉദ്ദേശം എന്താണ്? വൈക്കം ക്ഷേത്രത്തിലേക്കുള്ള റോഡുകളും മറ്റു റോഡുകളും ജാതിഭേദം മന്യേ സഞ്ചാരയോഗ്യമാക്കി മാറ്റണം എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു ആവശ്യം മുന്നോട്ട് വെച്ചുകൊണ്ട് തിരുവിതാംകൂർ പ്രജാസഭയിൽ പ്രമേയം അവതരിപ്പിച്ചത് ആരായിരുന്നു? എൻ കുമാരൻ. ആ പേര് മറക്കരുത്, എൻ കുമാരൻ. ഇദ്ദേഹമാണ് പ്രമേയം അവതരിപ്പിക്കുന്നത്. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ ശരിയേത്? നാണു ആശാനെ അയ്യാസ്വാമിക്ക് പരിചയപ്പെടുത്തിയത് ചട്ടമ്പി സ്വാമിയാണ്. രണ്ടാമത്തത്, വേദാധികാര നിരൂപണം എന്ന പുസ്തകം എഴുതിയത് ചട്ടമ്പി സ്വാമികളാണ്. 3. പണ്ഡിറ്റ് കറുപ്പന്റെ നേതൃത്വത്തിലാണ് കൊച്ചിൻ പുലയ മഹാസഭ സ്ഥാപിച്ചത്. 4. വക്കം മൗലവിയാണ് ഇസ്ലാം ധർമ്മ പരിപാലന സംഘം സ്ഥാപിച്ചത്. ഇത് ഈ 4 സ്റ്റേറ്റ്മെന്റ്സിൽ ഏതാണ് ശരിയെന്നാണ് ചോദിച്ചേക്കുന്നത്. നമുക്ക് ആൻസറിലേക്ക് പോകാം. മുകളിലുള്ളവയല്ല. ഇതാണ് ആൻസർ. അതായത് ഓപ്ഷൻ ഡി ആണ് ആൻസർ. കൊടുത്തിരിക്കുന്ന 4 പ്രസ്താവനകളും ശരിയാണ്. ചട്ടമ്പി സ്വാമിയെ ആദരിച്ച് ശ്രീനാരായണ ഗുരു രചിച്ച കൃതിയാണ് നവമഞ്ജരി. ഓക്കെ, ഇതൊരു PYQ ആണ്. അവർണർക്കും വേദം പഠിക്കാമെന്ന് സ്ഥാപിച്ച ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ് വേദാധികാര നിരൂപണം. അപ്പൊ വേദാധികാര നിരൂപണം എഴുതിയത് ചട്ടമ്പി സ്വാമികളാണ്. അവർണർക്കും വേദം പഠിക്കാമെന്ന് സ്ഥാപിച്ച കൃതിയാണ് വേദാധികാര നിരൂപണം. പണ്ഡിറ്റ് കറുപ്പൻ തന്നെയാണ് കൊച്ചിൻ പുലയ മഹാസഭ സ്ഥാപിക്കുന്നത്. സ്ഥാപിച്ച വർഷം 1913. അതുപോലെ വക്കം മൗലവിയാണ് ഇസ്ലാം ധർമ്മ പരിപാലന സംഘം സ്ഥാപിക്കുന്നത്. വർഷം 1906. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ ഇതാണ്: താഴെ പറയുന്നവയിൽ ഏതാണ് കേരളത്തിലെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനത്തെ സംബന്ധിച്ച ശരിയായ പ്രസ്താവന? ഒന്നാമത്തത്, പാശ്ചാത്യരുടെ സ്വാധീനത്തിൽ മധ്യവർഗമാണ് ഇത് ആരംഭിക്കുകയും നയിക്കുകയും ചെയ്തത്. രണ്ടാമത്തെ പ്രസ്താവന, അവർക്ക് പരമ്പരാഗത സ്ഥാപനങ്ങൾ, വിശ്വാസങ്ങൾ, സാമൂഹിക ബന്ധങ്ങൾ എന്നിവയോട് വിമർശനാത്മക മനോഭാവം ഉണ്ടായിരുന്നു. 3. അവർ ജാതി വ്യവസ്ഥയെ അപൂർവമായി വിമർശിച്ചു. ഈ 3 സ്റ്റേറ്റ്മെന്റ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇതിനകത്ത് ഏതാണ് ശരി, അല്ലെങ്കിൽ ഏതൊക്കെയാണ് ശരി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കോഡ് നോക്കുക. കോഡ് 1ഉം 2ഉം മാത്രം, ബി 1ഉം 3ഉം മാത്രം, സി 2ഉം 3ഉം മാത്രം, ഡി മേൽപ്പറഞ്ഞവയല്ല. ഇത് കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. കാരണം മധ്യവർഗമാണ് ഇതിപ്പം കേരളത്തിലാണേലും ഇന്ത്യയിലാണേലും ഒരു എന്താ പറയുക റിഫോം മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ പാശ്ചാത്യരുടെ സ്വാധീനത്തിൽ മധ്യവർഗമാണ് കേരളത്തിൽ ആരംഭിച്ചത്. അതുപോലെ തന്നെ വിമർശനാത്മക മനോഭാവം ഉണ്ടാവുന്നത് കൊണ്ടാണല്ലോ ഒരു മാറ്റം വേണമെന്ന് ആഗ്രഹിക്കുന്നത്.
അങ്ങനെ അത് കറക്റ്റാണ്. മൂന്നാമത്തത് ജാതി വ്യവസ്ഥയെ അപൂർവമായി വിമർശിച്ചു. അത് തെറ്റാണ്. അപൂർവമായിട്ടല്ല എന്ത് ചെയ്യുന്നത് അവർ വിമർശിക്കുന്നത്. ഓക്കെ, ഉത്തരം നോക്കാം. ഉത്തരം ആൻസർ ഓപ്ഷൻ എ 1ഉം 2ഉം മാത്രമാണ്. ജാതി വ്യവസ്ഥയെ അവർ അപൂർവമായിട്ടാണ് വിമർശിക്കുന്നതെന്ന് തെറ്റായ പ്രസ്താവനയാണ്. ജാതി വ്യവസ്ഥയ്ക്കെതിരെ നിലകൊണ്ടവരാണ് നമ്മുടെ സാമൂഹ്യ പരിഷ്കർത്താക്കളിൽ ഒട്ടുമിക്ക ആളുകളും. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. പ്രാചീന മലയാളം എന്ന പുസ്തകത്തിന്റെ രചയിതാവിന്റെ പേരെന്ത്? അതാണ് ചോദ്യം. ഓപ്ഷൻ എ ശ്രീനാരായണ ഗുരു, ഓപ്ഷൻ ബി പണ്ഡിറ്റ് കറുപ്പൻ, ഓപ്ഷൻ സി ചട്ടമ്പി സ്വാമികൾ, ഓപ്ഷൻ ഡി വാഗ്ഭടാനന്ദൻ. ഇതാണ് ഇപ്പൊ പ്രാചീന മലയാളം നമ്മൾ നോക്കിയായിരുന്നു ആരുടെ കൃതിയാണെന്നുള്ളത്. ഓപ്ഷൻ സി ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ് പ്രാചീന മലയാളം. അപ്പം ചട്ടമ്പി സ്വാമികൾ എന്ന് പറയുന്നത് PSCക്ക് വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സോഷ്യൽ റിഫോമർ ആണ്. അദ്ദേഹത്തിന്റെ കാര്യങ്ങളെക്കുറിച്ച് വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പം ചട്ടമ്പി സ്വാമികളെ കുറിച്ച് കുറച്ചും കൂടി നോക്കാം. ചട്ടമ്പി സ്വാമിക്ക് വിദ്യാധിരാജ എന്ന പേര് നൽകിയത് എട്ടരയോഗമാണ്. അപ്പൊ ഇദ്ദേഹത്തിന് വേറൊരു പേരും കൂടി ഉണ്ട്, അതാണ് വിദ്യാധിരാജ. അതുപോലെ കാഷായം ധരിക്കാത്ത സന്യാസി എന്നറിയപ്പെടുന്ന ആരാണ്? ചട്ടമ്പി സ്വാമികളാണ്. അതുപോലെ പ്രാചീന കേരളത്തിൽ നിലനിന്നിരുന്ന ജാതിരഹിതമായ ആദി സമൂഹത്തിന്റെ ചരിത്രം അനാവരണം ചെയ്തുകൊണ്ട് ചട്ടമ്പി സ്വാമി രചിച്ച പുസ്തകമാണ് പ്രാചീന മലയാളം. പ്രാചീന കേരളത്തെക്കുറിച്ച് എഴുതിയ പുസ്തകമാണ് പ്രാചീന മലയാളം. പരശുരാമന്റെ കേരള സൃഷ്ടി ബ്രാഹ്മണർക്ക് വേണ്ടി മാത്രമായിരുന്നു എന്ന വാദത്തെ എതിർത്ത കൃതിയാണ് പ്രാചീന മലയാളം. അതുപോലെ തന്നെ ചട്ടമ്പി സ്വാമിയുടെ ഏറ്റവും വലിയ കൃതിയും കൂടിയാണ് പ്രാചീന മലയാളം. ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. കല്ലുമാല സമരത്തിലോ അല്ലെങ്കിൽ പെരിനാട് കലാപത്തിലോ ഉൾപ്പെട്ട കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താവ്. ഓപ്ഷൻസ് എ ശ്രീനാരായണ ഗുരു, ബി അയ്യങ്കാളി, സി പൊയ്കയിൽ അപ്പച്ചൻ, ടി ചട്ടമ്പി സ്വാമികൾ. ഇതാണ് കല്ലുമാല സമരത്തിലോ പെരിനാട് കലാപത്തിലോ. ഇതിനകത്ത് ഇൻവോൾവ് ആയിട്ടുള്ള സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണെന്നാണ് ചോദ്യം. കല്ലുമാല സമരവും പെരിനാട് കലാപവും ഒക്കെ ആരുമായിട്ട് അസോസിയേറ്റഡ് ആണ്? അതെ, ഓപ്ഷൻ ബി അയ്യങ്കാളി, അദ്ദേഹവുമായിട്ട് അസോസിയേറ്റഡ് ആണ്. അയ്യങ്കാളി ജനിച്ചത് 1863 ഓഗസ്റ്റ് 28. ഈ സോഷ്യൽ റിഫോമേഴ്സിന്റെ ബർത്ത് ഇയർ, ജനന വർഷം എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആണ്. അത് PSC ചോദിച്ചിട്ടുണ്ട്. അയ്യങ്കാളി ജനിച്ചത് 1863 ഓഗസ്റ്റ് 28. ആളിക്കത്തിയ തീപ്പൊരി എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ് അദ്ദേഹം. അതുപോലെ അദ്ദേഹം സ്ഥാപിച്ച ഒരു അസോസിയേഷൻ, ഒരു ഓർഗനൈസേഷനാണ് സാധുജന പരിപാലന സംഘം. ഇത് സ്ഥാപിച്ച വർഷം 1907. അതുപോലെ തന്നെ ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ ആദ്യ ഹരിജൻ അയ്യങ്കാളിയാണ്. ഓക്കെ, അയ്യങ്കാളിയെ കുറിച്ച് കുറച്ചും കൂടി ഫാക്ട്സ് പഠിക്കണം. നമുക്കിപ്പം ടൈം ലിമിറ്റ്സ് ഉള്ളതുകൊണ്ട് ഇത്രയും നോക്കുന്നുള്ളൂ. ഇനി അടുത്തത് ചേരുംപടി ചേർക്കുകയാണ്. ബ്രഹ്മാനന്ദ ശിവയോഗി, ശ്രീനാരായണ ഗുരു, ചട്ടമ്പി സ്വാമികൾ, KP കറുപ്പൻ. ഇതൊക്കെയാണ് പട്ടിക 1-ൽ തന്നിട്ടുള്ളത്. പട്ടിക 2-ൽ കൊടുത്തിട്ടുള്ളത് അദ്വൈത ചിന്താപദ്ധതി, ആചാരഭൂഷണം, ശ്രീവിദ്യാഭൂഷിണി, ദൈവദശകം. ഇത് പട്ടിക 1-ൽ റൈറ്റേഴ്സും പട്ടിക 2-ൽ അവരുടെ വർക്ക്സും ആണ് കൊടുത്തേക്കുന്നത്. അപ്പം ഇത് ചേരുംപടി ചേർക്കുക എന്നുള്ളതാണ്. ഇപ്പൊ ചട്ടമ്പി സ്വാമികളുടെ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു, അത് വെച്ച് നമുക്ക് സോൾവ് ചെയ്യാവുന്നതേ ഉള്ളൂ. ശ്രീനാരായണ ഗുരുവിന്റെ വളരെ ഫേമസ് ആയിട്ടുള്ള വർക്കാണ് ഏത്? ദൈവദശകം. അപ്പൊ 2D എന്ന് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് ആൻസറിലേക്ക് എത്താവുന്നതേ ഉള്ളൂ. ഓപ്ഷൻ എ ആണ് ആൻസർ. 1C, അതായത് ബ്രഹ്മാനന്ദ ശിവയോഗി സ്ത്രീവിദ്യാപോഷിണിയാണ്. ശ്രീനാരായണ ഗുരു ദൈവദശകം, ചട്ടമ്പി സ്വാമികൾ അദ്വൈത ചിന്താ പദ്ധതി, KP കറുപ്പൻ ആചാരഭൂഷണം. ഇതൊക്കെയാണ് കൃതികൾ. അപ്പം റിഫോമേഴ്സിന്റെ അവരെന്തെങ്കിലും ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്, പിന്നെ അവരുടെ എന്തെങ്കിലും വർക്ക്സ് ഉണ്ടെങ്കിൽ വർക്ക്സ്, പിന്നെ അവരുടെ ബർത്ത് ഇയറും പ്ലേസും കൂടി ഒന്ന് നോക്കി വെച്ചേക്കുക. ഇത്രയും കാര്യങ്ങളാണ് ഒരു വ്യക്തിയെക്കുറിച്ച് നമ്മൾ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. പിന്നെ വേറെ എന്തെങ്കിലും എക്സ്ട്രാ ഫാക്ട്സ് ഉണ്ടെങ്കിൽ അത് നല്ലതാണ്. ഓക്കെ, അടുത്ത ചോദ്യം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതൊക്കെയാണ് ശരിയായി ചേരുന്നത്? KP വള്ളോൻ പുലയ മഹാസഭ, അയ്യ വൈകുണ്ഠൻ ഉച്ചിപ്പതിപ്പ്, CP അച്യുതമേനോൻ വിദ്യാവിനോദിനി, TK മാധവൻ ധന്വന്തരി. അപ്പം ഇതിനകത്ത് പെയേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ഏതൊക്കെയാണ് കറക്റ്റ് പെയേഴ്സ് എന്നാണ് ചോദിച്ചേക്കുന്നത്. നോക്കുക, അറിയാവുന്നത് അനുസരിച്ച് എലിമിനേറ്റ് ചെയ്ത് കറക്റ്റ് കോമ്പിനേഷനിലേക്ക് എത്താൻ ശ്രമിക്കുക.
നമുക്ക് ആൻസറിലേക്ക് പോകാം അല്ലേ? നിങ്ങൾ പോസ് ചെയ്ത് വെച്ച് ഇനഫ് ടൈം എടുത്ത് ആൻസറിലേക്ക് വന്നതിന് ശേഷം മാത്രം കറക്റ്റ് ചെയ്താൽ നോക്കിയാൽ മതി കേട്ടോ. നമുക്ക് ആൻസർ നോക്കാം. ആൻസർ ഓപ്ഷൻ 1, 2 ആൻഡ് 3, 1, 2, 3. അപ്പം തെറ്റു വന്നിരിക്കുന്നത് TK മാധവനാണ്. അദ്ദേഹം ധന്വന്തരി എന്നുള്ളൊരു പ്രസിദ്ധീകരണമായിട്ടൊന്നും ബന്ധപ്പെട്ടിരിക്കുന്നില്ല. TK മാധവൻ ധന്വന്തരിയുമായി ബന്ധമില്ല. സാമൂഹ്യ പരിഷ്കർത്താവും അതുപോലെ പത്രപ്രവർത്തകനുമായിരുന്നു TK മാധവൻ. അത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു TK മാധവനെ കുറിച്ച്. അദ്ദേഹം 1915 ദേശാഭിമാനി എന്ന പത്രം ആരംഭിക്കുന്നുണ്ട്. അപ്പൊ TK മാധവനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് ദേശാഭിമാനിയാണ്. പിന്നെ പണ്ഡിറ്റ് കറുപ്പനോടൊപ്പം പ്രവർത്തിച്ചിരുന്ന കൊച്ചി പുലയ മഹാസഭയുടെ ഒരു പ്രമുഖ നേതാവായിരുന്നു KP വള്ളോൻ. അങ്ങനെയാണ് അദ്ദേഹം പുലയ മഹാസഭയുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്. അയ്യ വൈകുണ്ഠൻ, അദ്ദേഹത്തിന്റെ പ്രസിദ്ധീകരണമാണ് ഉച്ചിപ്പതിപ്പ്. അതുപോലെ തന്നെ CP അച്യുതമേനോൻ, അദ്ദേഹം വിദ്യാവിനോദിനി എന്നുള്ള മാസികയുടെ പത്രാധിപരായിരുന്നു. ഇത്രയും കാര്യങ്ങളാണ്. ഓക്കെ, അതിനകത്ത് 4th വൺ മാത്രമാണ് തെറ്റ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കേരളത്തിലെ താഴെ പറയുന്ന സാമൂഹിക പരിഷ്കർത്താക്കളുടെ ജന്മദിനം കാലക്രമത്തിൽ ക്രമീകരിക്കുക. 1 പണ്ഡിറ്റ് KP കറുപ്പൻ, 2 വക്കം മൗലവി, 3 സഹോദരൻ അയ്യപ്പൻ, 4 VT ഭട്ടതിരിപ്പാട്. അപ്പം ഇത് കുറച്ച് ടഫർ സൈഡ് ആണ്. കാരണം ഇയർ ഓഫ് ബർത്ത് നമുക്ക് എല്ലാവരുടെയും ഒന്നും ഓർത്തിരിക്കാൻ പറ്റിയെന്ന് വരില്ല. പിന്നെയും വക്കം മൗലവി ഇച്ചിരി പഴയ മനുഷ്യരും അതുപോലെ VT ഭട്ടതിരിപ്പാട് കുറച്ചും കൂടി റീസെന്റ് ആണെന്ന് നമുക്ക് ഊഹിച്ചെടുത്താൽ പോലും എയും ബിയും തമ്മിൽ നമുക്ക് കൺഫ്യൂഷൻ വരും. പണ്ഡിറ്റ് KP കറുപ്പനും അതുപോലെ തന്നെ സഹോദരൻ അയ്യപ്പനും തമ്മിൽ നമുക്ക് കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇങ്ങനത്തെ ഉള്ള ക്വസ്റ്റ്യൻ വരുമ്പോൾ മാക്സിമം സ്കിപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ മുന്നിൽ കണ്ട ഒരു ഓപ്ഷൻ. അപ്പം അറിയാവുന്നവർക്ക് ഫൈൻ ആൻഡ് ഗുഡ്, ഗോ ഫോർ ഇറ്റ്. പക്ഷെ അറിയാത്തവര് റിസ്ക് എടുക്കാൻ നിൽക്കാതിരിക്കുക. ഇനി അതിനുള്ള ആൻസർ നമുക്ക് നോക്കാം. ഓക്കെ, ആൻസർ ബി ആണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. 2, 1, 3, 4. അതായത് വക്കം മൗലവി അദ്ദേഹം 1873 പണ്ഡിറ്റ് KP കറുപ്പൻ 1885, സഹോദരൻ അയ്യപ്പൻ 1889, VT ഭട്ടതിരിപ്പാട് 1896. ഭയങ്കരമായിട്ട് ഇയർ ഡിഫറൻസ് ഒന്നും ഇവര് തമ്മിലില്ല. അതുകൊണ്ട് കൺഫ്യൂസ് ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചോദ്യമായിട്ടാണ് ഇന്ന് കാണുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. താഴെ പറയുന്നവയിൽ ആരൊക്കെയായിരുന്നു വൈക്കം സത്യാഗ്രഹത്തിലെ പ്രധാന നേതാക്കൾ? 1 TK മാധവൻ, 2 KP കേശവമേനോൻ, 3 മന്നത്ത് പത്മനാഭൻ, 4 ചങ്ങനാശ്ശേരി രാമേശ്വരൻ പിള്ള, 5 CV കുഞ്ഞിരാമൻ. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലീഡേഴ്സ് ആണ്. ഇവരിൽ ആരാണ് വൈക്കം സത്യാഗ്രഹത്തിലെ ലീഡേഴ്സ് എന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ A 1, 2, 3 മാത്രം. ഓപ്ഷൻ B 1, 2, 4, 5 മാത്രം. ഓപ്ഷൻ C 1, 3, 4, 5 മാത്രം. ഓപ്ഷൻ D മുകളിൽ പറഞ്ഞവരല്ല. നമുക്ക് ആൻസറിലേക്ക് മൂവ് ചെയ്യാം. നിങ്ങൾ പോസ് ചെയ്ത് ആൻസർ കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ ഡി, മുകളിൽ പറഞ്ഞവരല്ല. ഓപ്ഷനിൽ കൊടുത്തിട്ടുള്ള എല്ലാവരും തന്നെ വൈക്കം സത്യാഗ്രഹത്തിലെ പ്രധാന നേതാക്കളായിരുന്നു. TK മാധവൻ സത്യാഗ്രഹത്തിന്റെ മുഖ്യ സംഘാടകനായിരുന്നു. KP കേശവമേനോൻ ഒരു പ്രധാന കോൺഗ്രസ് നേതാവും അതുപോലെ സത്യാഗ്രഹത്തിന്റെ വക്താവുമായിരുന്നു. മന്നത്ത് പത്മനാഭൻ അവർണർക്ക് പിന്തുണയേക്കിക്കൊണ്ട് തിരുവനന്തപുരത്തേക്ക് സവർണ ജാഥ നയിച്ചു ഇതിന്റെ ഭാഗമായിട്ട്. അതുപോലെ തന്നെ ചങ്ങനാശ്ശേരി രാമേശ്വരൻ പിള്ളയും CV കുഞ്ഞിരാമൻ, ഇവരും ഈ രണ്ടുപേരും സമരത്തിൽ സജീവമായിട്ട് പങ്കെടുത്തിരുന്നവരാണ്. അതുകൊണ്ട് ഇതിനകത്ത് ആരും ഇതിന്റെ ഭാഗമായിട്ടില്ലാത്തവരായിട്ടില്ല. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. കേരളത്തിൽ മതാന്തര സംവാദവും സാമൂഹിക പരിഷ്കരണവും പ്രോത്സാഹിപ്പിച്ച ഒരു സുപ്രധാന സംഭവമായ 1924 ആലുവ മതസമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ആരാണ്? 1924 നടന്ന ആലുവ കോൺഫറൻസിന്റെ അധ്യക്ഷനായിരുന്നെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ A ശ്രീനാരായണ ഗുരു, ഓപ്ഷൻ B ചട്ടമ്പി സ്വാമികൾ, ഓപ്ഷൻ C സ്വാമി സത്യവ്രതൻ, ഓപ്ഷൻ D സ്വാമി ബോധാനന്ദ. ഇത് കഴിഞ്ഞ വർഷം ചോദിച്ച ക്വസ്റ്റ്യൻ പേപ്പർ എന്നുള്ളതാണ്. നമുക്ക് ആൻസറിലേക്ക് മൂവ് ചെയ്താലോ? പോവാം. ആൻസർ ഓപ്ഷൻ A ശ്രീനാരായണ ഗുരു ആണ്. കേരളത്തിലെ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ശ്രീനാരായണ ഗുരു ആണ്. ഇദ്ദേഹം ജനിച്ചത് 1886 ഓഗസ്റ്റ് 20 ചെമ്പഴന്തി, തിരുവനന്തപുരം ജില്ലയിലെ ചെമ്പഴന്തിയിലാണ്. ഇദ്ദേഹം അറിയപ്പെട്ടിരുന്നത് നാണുവാശാൻ എന്ന പേരിലാണ്. അപ്പൊ ഇദ്ദേഹത്തിന്റെ ഗുരുക്കന്മാരാരൊക്കെയാണ്? രാമൻപിള്ള ആശാൻ, തൈക്കാടയ്യ എന്നിവരൊക്കെയാണ്. ശ്രീനാരായണ ഗുരുവിന്റെ ആദ്യ രചന ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ടാണ്. അതുപോലെ സംഘടിച്ച് ശക്തരാവുവിൻ, വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക,
മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി, ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന്, ഈ ഈ ഈ ഫേമസ് ആയിട്ടുള്ള കോട്സ് ഒക്കെ വന്നത് ശ്രീനാരായണ ഗുരുവിൽ നിന്നാണ്. വളരെ എന്താ പറയുക, മീനിങ് ആയിട്ടുള്ള കോട്സ് ആണ് ഇദ്ദേഹത്തിന്റെ കോട്സ് എല്ലാം തന്നെ. അടുത്ത ചോദ്യം, സാധുജന പരിപാലന സംഘം സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആര്? SJPS, അതാണ് സാധുജന പരിപാലന സംഘം. ഇത് സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആര്? ഓപ്ഷൻ എ ശ്രീനാരായണ ഗുരു, ഓപ്ഷൻ ബി അയ്യങ്കാളി, ഓപ്ഷൻ സി ചട്ടമ്പി സ്വാമികൾ, ഓപ്ഷൻ ഡി ബ്രഹ്മാനന്ദ ശിവയോഗി. അപ്പം SNDP ആണ് ശ്രീനാരായണ ഗുരുവായിട്ട് അസോസിയേറ്റഡ് ആയിരിക്കുന്നത്. SJPS ആരുമായിട്ടാണ് അസോസിയേറ്റഡ് ആയിട്ടിരിക്കുന്നത്? അയ്യങ്കാളിയുമായിട്ടാണ് അല്ലെ. ഓപ്ഷൻ ബി അയ്യങ്കാളിയാണ് കറക്റ്റ് ആൻസർ. അയ്യങ്കാളി ജനിച്ചത് 1863 ഓഗസ്റ്റ് 28 വെങ്ങാനൂർ, തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂരാണ്. ഇതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് ഒരു പേപ്പറിൽ കണ്ടിരുന്നു. അതായത് അയ്യങ്കാളി ജനിച്ച ജില്ല ഏതാണെന്നുള്ളതായിരുന്നു ചോദ്യം. ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ ആദ്യ ഹരിജൻ അയ്യങ്കാളിയാണ്. ശ്രീമൂലം പ്രജാസഭയിൽ തുടർച്ചയായി 28 വർഷം അംഗമായിരുന്ന കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താവാണ് ഇദ്ദേഹം. അതുപോലെ സാധുജന സംഘത്തിന്റെ മുഖപത്രമാണ് സാധുജന പരിപാലനി. ഇന്ത്യയിലെ ആദ്യത്തെ ദളിത് പത്രം എന്നറിയപ്പെടുന്നത് നമ്മുടെ സാധുജന പരിപാലനിയാണ്, അത് ഓർത്തിരിക്കുക. അയ്യങ്കാളി ശ്രീമൂലം പ്രജാസഭയിൽ അംഗമാവുന്ന വർഷം 1911. ഓക്കെ, പിന്നീട് അങ്ങോട്ട് 28 വർഷം അദ്ദേഹം സഭയിലെ അംഗമായിരുന്നു. പിന്നെ വില്ലുവണ്ടി സമരം ഇദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നാണ്. ഇത് നടത്തിയത് വെങ്ങാനൂർ മുതൽ കവടിയാർ കൊട്ടാരം വരെയാണ്. വർഷം 1893. ഓക്കെ, അതുപോലെ കല്ലുമാല സമരമായിട്ടും പെരിനാട് വിപ്ലവം, അതിനെയാണല്ലോ വിപ്ലവമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത് ഇദ്ദേഹമാണ്. 1915 പെരിനാട് കൊല്ലത്താണ്. ഓക്കെ, അപ്പൊ ഇത്രയും ഫാക്ട്സ് ആണ് അയ്യങ്കാളി അദ്ദേഹത്തെ കുറിച്ച് നമ്മൾ നോക്കുന്നത്. ഇനി അടുത്തത്, താഴെ പറയുന്ന സാമൂഹിക പരിഷ്കർത്താക്കളെ പരിഗണിക്കുക. 1 ശ്രീനാരായണ ഗുരു, 2 ഡോക്ടർ പൽപു, 3 കുമാരനാശാൻ, 4 TK മാധവൻ. മുകളിൽ പറഞ്ഞവരിൽ ആരാണ് SNDP യോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? A 1 2 മാത്രം, B 1 മാത്രം, C 1 3 മാത്രം, D മുകളിലുള്ള എല്ലാം. ഇവരിൽ ആരൊക്കെയാണ് SNDPയുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. നമുക്കറിയാം ശ്രീനാരായണ ഗുരു ഓഫ് കോഴ്സ് അദ്ദേഹം SNDP ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആളാണ്. ഡോക്ടർ പൽപുവും ബന്ധപ്പെട്ടിട്ടുണ്ട്, കുമാരനാശാൻ ബന്ധപ്പെട്ടിട്ടുണ്ട്. TK മാധവനാണ് കൺഫ്യൂഷൻ വരാൻ സാധ്യതയുള്ളത്. നേരത്തെ ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ നോക്കിയിരുന്നു, ഈഴവ മഹാസഭ സ്ഥാപിച്ചത് TK മാധവനാണ്. അപ്പം ഇതുമായിട്ട് ബന്ധപ്പെടാൻ സാധ്യതയുണ്ടെന്ന് വെച്ചാൽ കണക്ട് ചെയ്യാം. അതായത് ഇവരെ 3 പേരും നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഓപ്ഷൻ ഡി മാത്രമേ നമുക്ക് വർക്കാവുള്ളൂ. 1 2 3 മാത്രമേ വർക്കാവുള്ളൂ. SNDPയെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്ന ആദ്യത്തെ 1 2 3 ഫാക്ടിൽ തന്നെ നമുക്ക് ശ്രീനാരായണ ഗുരുവിനെയും കിട്ടും, ഡോക്ടർ പൽപുവിനെയും കിട്ടും, കുമാരനാശാനെയും കിട്ടും. ഓക്കെ, നമുക്ക് ആൻസർ ഒന്ന് നോക്കാം. SNDPയുടെ രൂപീകരണത്തിന് കാരണമായിട്ടുള്ള യോഗമാണ് അരുവിപ്പുറം ക്ഷേത്രയോഗം. SNDPയുടെ മുൻഗാമി എന്നറിയപ്പെടുന്നത് വാവൂട്ട് യോഗമാണ്. SNDPയുടെ ആജീവനാന്ത അധ്യക്ഷൻ ആരാണ്? ശ്രീനാരായണ ഗുരു ആണ്. SNDPയുടെ ആദ്യ ഉപാധ്യക്ഷൻ ഡോക്ടർ പൽപു. SNDPയുടെ ആദ്യ സെക്രട്ടറി കുമാരനാശൻ. ആരംഭിച്ച വർഷം മെയ് 15, 1903. അപ്പം 1903 എന്നുള്ളൊരു വർഷം. അതുപോലെ ആദ്യത്തെ ഉപാധ്യക്ഷൻ ഡോക്ടർ പൽപു ആണെന്നും ആദ്യത്തെ സെക്രട്ടറി കുമാരനാശാൻ ആണെന്നുള്ള ഫാക്റ്റുകൾ ബ്രെയിനിലോട്ട് എടുത്തോളുക. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. Which among the following is not a work of Pandit Karpan? A. ആനന്ദസൂത്രം, B. ലങ്കാമർദ്ദനം, C. സ്തോത്രമന്ദാരം, D. ആചാരഭൂഷണം. ഈ 4 വർക്ക്സിൽ ഏതാണ് പണ്ഡിറ്റ് കറുപ്പന്റെ അല്ലാത്തത്? നമുക്ക് ആൻസറിലേക്ക് പോവാം. ഓപ്ഷൻ എ ആനന്ദസൂത്രമാണ് ഇദ്ദേഹത്തിൻ്റെതല്ലാത്ത രചന. ബാക്കി ലങ്കാമർദ്ദനവും സ്തോത്രമന്ദാരവും ആചാരഭൂഷണവും എല്ലാം ഇദ്ദേഹത്തിന്റെ വർക്കാണ്. ആനന്ദസൂത്രം പ്രഭാത് രഞ്ജൻ ശങ്കർ അല്ലെങ്കിൽ ശ്രീ ശ്രീ ആനന്ദമൂർത്തി എന്ന പേരിലുള്ള അദ്ദേഹമാണ് എഴുതിയിട്ടുള്ളത്. പിന്നെ ഇദ്ദേഹത്തിന്റെ ഏറ്റവും ചോദിച്ചു കണ്ടിട്ടുള്ള വർക്ക് ജാതിക്കുമ്മിയാണ്. അതുപോലെ ജാതിക്കുമ്മി, ബാലകലേശം, ഉദ്യാന വിരുന്ന്, ഇതൊക്കെ പണ്ഡിറ്റ് കറുപ്പന്റെ രചനകളാണ്. അപ്പൊ അദ്ദേഹത്തെ കുറിച്ച് ഒരു 2-3 ഫാക്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ, കൊച്ചി നിന്നുള്ള ആദ്യത്തെ സാമൂഹിക പരിഷ്കർത്താവാണ് പണ്ഡിറ്റ് കറുപ്പൻ. അരേ സമുദായത്തിന്റെ നവോത്ഥാനത്തിന് വേണ്ടി പ്രയത്നിച്ച സാമൂഹ്യ പ്രവർത്തകനാണ്. അതുപോലെ തന്നെ അരേ സമാജം സ്ഥാപിച്ചത് പണ്ഡിറ്റ് കറുപ്പനാണ്.
കൊച്ചിൻ പുലയ മഹാ സ്ഥാപിച്ചത് പണ്ഡിറ്റ് കറുപ്പനാണ്. അദ്ദേഹത്തിന്റെ കൂടെ തന്നെ നിന്ന വേറൊരു സാമൂഹ്യ പരിഷ്കർത്താവിനെ നമ്മൾ പഠിച്ചു, KP വള്ളോൽ. അടുത്തത് ഓർഗനൈസേഷൻ വിദ്യാപോഷിണി ആനന്ദ മഹാസഭ. ഫൗണ്ടർ സഹോദരൻ അയ്യപ്പൻ, വാഗ്ഭടാനന്ദ. അതായത് വിദ്യാഭൂഷണിക്ക് നേരെ കൊടുത്തിരിക്കുന്നത് സഹോദരൻ അയ്യപ്പനും, ആനന്ദ മഹാസഭയ്ക്ക് നേരെ കൊടുത്തിരിക്കുന്നത് വാഗ്ഭടാനന്ദയാണ്. ഇതിനകത്ത് ഏതാണ് കറക്റ്റ്ലി മാച്ച്ഡ് എന്നാണ് ചോദിക്കുന്നത്. ഇതിനകത്ത് ഏത് പെയറാണ്? 1 only, 2 only, both 1 and 2, neither 1 nor 2. ഇതൊക്കെയാണ് ഓപ്ഷൻസ്. അപ്പൊ നോക്കുക കേട്ടോ. നമുക്ക് ആൻസറിലേക്ക് പോവാം. ആൻസർ ഓപ്ഷൻ എ 1 only ആണ്. ആനന്ദ മഹാസഭ ഫൗണ്ട് ചെയ്യുന്നത് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. 1918 അദ്ദേഹം അത് ഫൗണ്ട് ചെയ്യുന്നത്, അല്ലാതെ വാഗ്ഭടാനന്ദ അല്ല. ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ ഒരു മുഖ്യ ശിഷ്യനാണ് വാഗ്ഭടാനന്ദൻ. ശിവയോഗി ആലത്തൂർ സ്വാമികൾ, സിദ്ധമുനി എന്ന പേരിലൊക്കെ അറിയപ്പെടുന്നുണ്ട്, പുരുഷസിംഹം എന്നുള്ള പേരിലൊക്കെ. അതുപോലെ ഇദ്ദേഹം ആലത്തൂർ ഒരു സിദ്ധാശ്രമം പണിയുന്നുണ്ട്, ശിവയോഗി സിദ്ധാശ്രമം. പിന്നെ ഇദ്ദേഹത്തിൻ്റെ ഉള്ള വേറെ വർക്ക്സ് ആണ് സ്ത്രീവിദ്യാപോഷിണി, ജ്ഞാനകുമ്മി, ആനന്ദകൽപദ്രുമം, ആനന്ദകുമ്മി. ഇവയൊക്കെ ശിവയോഗിയുടെ വർക്ക്സ് ആണ്. അതുപോലെ വിദ്യാഭൂഷണി മറക്കരുത്, വിദ്യാഭൂഷണി സഹോദരൻ അയ്യപ്പനാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. Consider the following statements. She was nominated to Cochin Legislative Assembly to advise about Namboothiri Bill. She was an elected member of Malabar District Board. She was related with Palayam Satyagraha. She wrote the book Agalathiruttu. Which among the following statements regarding Arya Pallam is or are correct? ആര്യ പള്ളത്തെ സംബന്ധിച്ചിട്ടുള്ള ഇതിനകത്ത് ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ്സ് ആണ് കറക്റ്റ് എന്നാണ് ചോദ്യം. ഓപ്ഷൻ 1 only, ഓപ്ഷൻ ബി 1 and 2 only, ഓപ്ഷൻ സി 1, 2 and 3 only, ഡി all of the above. നമുക്ക് ആൻസറിലേക്ക് പോകാം. ആൻസർ ഓപ്ഷൻ സി 1, 2 and 3 only ആണ്. ഓക്കെ. അകലത്തിരുട്ട് എന്നുള്ള കൃതി എഴുതിയത് വൈകുണ്ഠസ്വാമികളാണ്. അത് ആര്യപ്പള്ളത്തിന്റെ വർക്കല്ല. ആര്യപ്പള്ളം കാതുമുറി മൂവ്മെന്റിന്റെ ഒരു ലീഡർ ആയിരുന്നു. കാതുമുറി മൂവ്മെന്റ്, ഷി വാസ് ദി ലീഡർ ഓഫ് കാതുമുറി മൂവ്മെന്റ്. അതുപോലെ തന്നെ കൊച്ചിൻ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് നമ്പൂതിരി ബില്ലിന് വേണ്ടി അഡ്വൈസ് ചെയ്യാൻ നോമിനേറ്റഡ് ആയിരുന്നു. അതുപോലെ യാചനയാത്ര, VT ഭട്ടതിരിപ്പാട് 1931 നയിച്ച യാചനയാത്രയിൽ ഇവര് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്പൂതിരി സ്ത്രീകളെ ഘോഷ, അതുപോലെ മൂടുപടം ഒക്കെ ബോയ്ക്കോട്ട് ചെയ്യാനായിട്ടുള്ള മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു യാത്രയായിരുന്നു അത്. അത് മാത്രമല്ല, ഷീ ആൻഡ് പാർവതി നെന്മേനി മംഗലം ബോയ്ക്കോട്ടഡ് മറക്കുട, വിച്ച് വാസ് കൺസിഡേർഡ് ആസ് എ സിംബൽ ഓഫ് ചാസ്റ്റിറ്റി എമംഗ് ബ്രാഹ്മൺ വിമൻ. അപ്പൊ ഇതൊക്കെയാണ് ആര്യപ്പള്ളത്തിനെ കുറിച്ചിട്ടുള്ള ഫാക്ട്സ്. നമുക്ക് അകലത്തിരുട്ടിന്റെ റൈറ്റർ ആയിട്ടുള്ള വൈകുണ്ഠസ്വാമികളെ കുറിച്ചും കൂടി നോക്കേണ്ടതായിട്ടുണ്ട്. അതും കൂടി നോക്കാം. വൈകുണ്ഠസ്വാമികൾ സ്വാമിത്തോപ്പിലാണ് ജനിക്കുന്നത്. ഇദ്ദേഹത്തിന്റെ ഒറിജിനൽ നെയിം മുടിസൂടും പെരുമാൾ എന്നായിരുന്നു. ഇദ്ദേഹത്തിന്റെ ഓർഗനൈസേഷൻ ആണ് സമത്വ സമാജം. 1836 സമത്വ സമാജം വരുന്നത്. അതുപോലെ ഇദ്ദേഹം സമപന്തി ഭോജനം, നമ്മൾ നേരത്തെ നോക്കിയിരുന്നു 1917 സമപന്തി ഭോജനം നടത്തി എന്നുള്ളത്. അത് മാത്രല്ല, കണ്ണാടി പ്രതിഷ്ഠ, അതായത് ഒരു മിറർ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ച് സ്വയം നോക്കുമ്പോൾ നമ്മളെ തന്നെയാണ് നമ്മൾ ഒരു ഗോഡ് എന്നുള്ള രീതിയിൽ കാണുന്നത്. കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് ഇദ്ദേഹമാണ്. ആദ്യമായിട്ട് സൗത്ത് ഇന്ത്യയിലെ കണ്ണാടി പ്രതിഷ്ഠ നടത്തുന്ന വൈകുണ്ഠസ്വാമികളാണ്. അതുപോലെ ഇദ്ദേഹത്തിന്റെ അമ്പലങ്ങൾ ഉണ്ട്, അവരെ നിഴൽത്തങ്കൾ എന്നാണ് അറിയപ്പെടുന്നത്. അതുപോലെ ആളുകൾക്ക് വേണ്ടിയിട്ട് മുന്തിരിക്കിണർ എന്നുള്ള പേരിൽ പബ്ലിക് വെല്ല് സ്വാമിത്തോപ്പിൽ ഇദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, നിർമ്മിക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് വൈകുണ്ഠസ്വാമികൾ. നമുക്ക് ഈ ഒരു ക്ലാസ്സിലൂടെ എല്ലാ സോഷ്യൽ റിഫോമേഴ്സിനെ കുറിച്ചും കവർ ചെയ്യാൻ പറ്റില്ല. കുറച്ച് PYQസിൽ ഫ്രീക്വന്റ് ആയിട്ട് വന്നിട്ടുള്ള ലീഡേഴ്സിനെയാണ് നമ്മൾ കവർ ചെയ്ത് പോയിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഈ ക്ലാസ് യൂസ്ഫുൾ ആവുകയാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. PSC എക്സാമിന്റെ ആ ഒരു ടൈമിലൊക്കെ വീണ്ടും റിവൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ള സ്ലൈഡ്സ് എല്ലാം നമ്മുടെ ടെലിഗ്രാം ചാനലിൽ അവൈലബിൾ ആണ്. നിങ്ങൾ ടെലിഗ്രാമിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന്റെ സ്ലൈഡ്സ് എല്ലാം തന്നെ കിട്ടുന്നതായിരിക്കും. സോ താങ്ക് യു എവ്രി വൺ. സീ യു ഓൺ അനദർ വീഡിയോ.